പാത്തുമ്മ അപ്പുറത്ത് പോയി ഏതോ വീട്ടുജോലിയിൽ ഏർപ്പെട്ട തക്കത്തിന് ആനുമ പതുക്കെ എൻ്റെ അടുത്ത് വന്നു. അവൾക്ക് ഗർഭമുണ്ട്. പാത്തുമ്മ സ്കൂളിൽ പോയിട്ടില്ല. ആനുമ സ്കൂളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് വർത്തമാനം പാത്തുമ്മയുടെ മാതിരിയല്ല. ആനുമ പതുക്കെ പറഞ്ഞു, വല്യക്കാക്ക രൂപയായിട്ട് ഇനി എനിക്കൊന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി. അതും ഇപ്പോൾ വേണ്ട. ഞങ്ങൾ മാറി താമസിക്കുമ്പോൾ മതി. ഈ വിവരം ഇത്താത്തയോട് പറയരുത്. അതായത് പാത്തുമ്മ അറിയരുതെന്ന് ചുരുക്കം. അറിഞ്ഞാൽ പറയും. മതേടി മതേടി നിന്റെ കള്ളത്തരം. നീ ഒരു പഠിത്തക്കാരി. ഞാനില്ലാത്തപ്പോൾ നീ വല്യാക്കയുടെല്ലാം മേടിച്ചില്ലേ? അതുകൊണ്ടാണ് ഈ പാത്രങ്ങളുടെ രഹസ്യം ചെവിക്ക് ചെവി അറിയാണ്ടാത്തത്. ആനുമായ്ക്ക് വീട്ടുപാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കൊള്ളാമെന്നും അത് രഹസ്യമായി തന്നെ വയ്ക്കുന്നതാണെന്നുമുള്ള കരാറിൽ ഞാൻ ഒപ്പുവെച്ചു. അങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു ബഹളം. ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു, ഞാൻ കൊണ്ട് പോകുകയല്ല. ലൈലയുടെ ഒച്ചയാണ്. അവൾ ആരെയാണ് ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുന്നത്? അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. അപമാനം സഹിക്കവയ്യാതെ കലങ്ങിയ കണ്ണുകളോടെ തനി ആൺകുട്ടിയായ സയ്യിദ് മുഹമ്മദ് എൻ്റെ മുമ്പിൽ വന്നു. അവൻ പരിപൂർണ നഗ്നനാണ്. അവൻ വേവലാതിയോടെ പറഞ്ഞു, വല്യമാമ, ലൈലാമ്മ എന്ന ഉള്ളാടത്തിപ്പാറു എന്ന് വിളിച്ച് ഒരാളിനെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുകയോ? അതും ഒരു പീക്രി പെണ്ണ്. വടിയെടുത്തുകൊണ്ട് വാടാ. സയ്യിദ് മുഹമ്മദ് ശീഘ്രം വടിക്ക് പോയി. ഞാൻ വിളിച്ചു, എടി ലൈല, ഇവിടെ വരൂ. അവൾ വന്നു. പരിപൂർണ നഗ്ന തന്നെ. സയ്യിദ് മുഹമ്മദ് കൊണ്ടുവരുന്ന വടി കണ്ട് അവൾ പറഞ്ഞു, വല്യ മൂത്താപ്പനെ കൊണ്ടുപോവുകയല്ല, വേണ്ടടി എന്നും പറഞ്ഞ് സയ്യിദ് മുഹമ്മദിൻ്റെ പക്കൽ നിന്നും വടി ഞാൻ കയ്യിൽ വാങ്ങിച്ചു. ലൈല അയ്യോ പൊത്തോന്ന് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അമ്മച്ചി, അമ്മച്ചി. ലൈല അവളുടെ ഉമ്മായെ വിളിക്കുന്നത് അമ്മച്ചി എന്നാണ്. ഞാൻ പറഞ്ഞു, നീ നിൻ്റെ അമ്മച്ചിയെ വിളിക്ക്, നിൻ്റെ ബാപ്പായെ വിളിക്ക്, നിൻ്റെ ഉപ്പുപ്പായെ വിളിക്ക്. എല്ലാവരെയും ഞാൻ തല്ലും. ഉപ്പുപ്പ എന്ന് പറഞ്ഞാൽ അപ്പുപ്പൻ. ലൈലയുടെ ഉമ്മായുടെ ബാപ്പയാണ്. മേപ്പടി ഞാൻ താമസിക്കുന്നത് ഹനീഫയുടെ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്താണ്. ആ ഭാഗത്ത് എവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്ഥലത്തിന് പറയുന്ന വില കിട്ടും. തന്നെയുമല്ല ആ ഭാഗം തെളിയും. ഇതെല്ലാം കാലേ കൂട്ടി ആലോചിച്ചിട്ട് തന്നെ ലൈലയുടെ ഉപ്പുപ്പ ഹനീഫയെ കൊണ്ട് ആ സ്ഥലം വാങ്ങിപ്പിച്ചതാണ്. ലൈല പറഞ്ഞു, അമ്മച്ചീനെ തല്ലണ്ട, ബാപ്പാനെയും തല്ലണ്ട, ഉപ്പുപ്പാനെയും തല്ലണ്ട. എന്നാൽ നീ മേലിൽ ഉള്ളാടത്തിപ്പാറു എന്ന് ആൺപിള്ളേരെ വിളിക്കരുത്. ഇല്ല. നിന്റെ ബാപ്പ പുരവയ്ക്കുമ്പോൾ അവിടെ സയ്യിദ് മുഹമ്മദിനെ കൊണ്ടുപോകുമോ? വലിയ മുത്താപ്പയെ കൊണ്ടുപോകുമോ? അവൾ കണ്ണീരോടെ പറഞ്ഞു, എല്ലാരെയും കൊണ്ടുപോകാം. ഹൗ, അങ്ങനെ ആ കേസ് തീർത്തു. നഷ്ടപരിഹാർത്ഥം സയ്യിദ് മുഹമ്മദിന് 2 മിഠായിയും ഒരു 4 പൂവൻ പഴവും കൊടുത്തു. എൻ്റെ പക്കലാണെങ്കിൽ ഏത്തപ്പഴം, ടൊമാറ്റോ, കണ്ണമ്പഴം, കൈതച്ചക്ക, 4 പൂവൻ മിഠായി, ഇതൊക്കെ സ്റ്റോക്കുണ്ട്. മിഠായി മാത്രമാണ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്, പിള്ളേരുടെ കരച്ചിൽ മാറ്റാൻ. ബാക്കിയെല്ലാം എൻ്റെ അനുജന്മാരും കൊച്ചുണ്ണി സുലൈമാനും വാങ്ങിച്ചു തന്നതാണ്. പഴങ്ങൾ ധാരാളം തിന്നേണ്ട ആവശ്യമുണ്ട് എനിക്ക്. അതെല്ലാം മേശപ്പുറത്ത് വച്ചിരുന്നു. പെട്ടിപ്പുറത്ത് കയറി നിന്ന് സയ്യിദ് മുഹമ്മദ് പഴങ്ങൾ കട്ടു തിന്നുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ഞാൻ കണ്ടു എന്നുള്ളത് അവനും കണ്ടതാണ്. എൻ്റെ മുമ്പിൽ അവൻ വലിയ കള്ളനായി തീർന്നതിൽ അവന് വലിയ സങ്കടം തോന്നി. അവൻ കരഞ്ഞു. മേലിൽ അവന് കരച്ചിൽ ഇടം കൊടുക്കാതിരിക്കാനായി പഴങ്ങളെല്ലാം പെട്ടിക്കകത്ത് ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് മിഠായിയും പഴവും തിന്നുന്നത് കണ്ടപ്പോൾ ലൈലയ്ക്ക് വലിയ കരച്ചിൽ വന്നു. അവൾക്കും 2 മിഠായിയും ഒരു പഴവും കൊടുത്തു. മണം പിടിച്ചറിഞ്ഞു വന്ന ആരിഫായിക്കും അതേ തോതിൽ കൊടുത്തു. ഈ 2 മിഠായി വീതം സുബൈദയ്ക്കും റഷീദിനും കൊടുത്തയച്ചു. എന്നിട്ട് ആശ്വാസത്തോടെ ആനുമായെ കൊണ്ട് ഒരു ചായ വരുത്തിച്ച് ഒരു ബീഡിയും കത്തിച്ച് ഒരു പുസ്തകവുമായി ചാരുകസേരയിൽ മലർന്നു. എല്ലാം ശാന്തം. അങ്ങനെ കിടക്കുമ്പോൾ എന്നെ സ്റ്റൈലായി പെറ്റ എൻ്റെ ഉമ്മ അടുത്തു വന്നു. മൂപ്പത്തിക്ക് 67, 77, 87 വയസ്സുണ്ട്. പല്ല് പോയിട്ടില്ല. വെളുപ്പിനെ 4 മണിക്ക് എണീക്കും. എന്നിട്ട് തോടുകളിൽ കുതിർക്കാനിട്ടിരിക്കും. തെങ്ങോല വലിച്ച് കൊണ്ടുവന്ന് മെടയും. അത് കഴിഞ്ഞ് അതെല്ലാം പറമ്പിൽ നിരത്തിയിടും. നേരം ഉദിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഉണങ്ങട്ടെ. അത് കഴിഞ്ഞ് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കോരി നിറയ്ക്കും. 2 കൈയിലും ഓരോ വലിയ കുടം തൂക്കിക്കൊണ്ടുവരും.
പാത്തുമ്മ, ആനിമ, ഐഷോമ്മ, കുഞ്ഞാനിമ എന്നിവരെ ശാസിക്കും, ഒച്ചയിടും. വലിയ വീട്ടുവേല തന്നെ. രാത്രി 10 മണി വരെ. പാത്തുമ്മ എല്ലാ രാത്രികളിലും വീട്ടിലുണ്ടാവാറില്ല. എങ്കിലും റൊക്കം 3 പെണ്ണുങ്ങളുണ്ട്. ഉമ്മ എന്തിനു വേല ചെയ്യുന്നു? ചുമ്മാ അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടെ? ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉമ്മായുടെ പക്കൽ ഒന്നാന്തരം സമാധാനമുണ്ട്. അവളുമാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. വീട് നോക്കാൻ ശീലിപ്പിച്ചിട്ടില്ല. ശരി, അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണമങ്ങ് വിട്ടുകൊടുക്ക്. അപ്പോഴുമുണ്ട് സമാധാനം. നിനക്ക് വീടിനെപ്പറ്റി എന്തറിയാം? ഒറ്റാന്താടി മൂച്ചാൻ വയറ്. ഇതുകൊണ്ടും ഞാൻ തോറ്റില്ലെങ്കിൽ പറയും, അവരിക്കെല്ലാം കൊച്ചുങ്ങളില്ലേ, അവരൊക്കെ നോക്കണതാരാ? ഞാൻ പറയും, ഒരുത്തി കൊച്ചുങ്ങളെ നോക്കണം, ബാക്കിയുള്ളവർ ജോലി ചെയ്യണം. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഒറ്റാന്താടി മൂച്ചാൻ വയറ്, നീ എനിക്ക് കുറച്ച് രൂപ താ. ഞങ്ങളുടെ സംഭാഷണം എപ്പോഴും വന്നു നിൽക്കുന്നത് ഈ രൂപയിലാണ്. അതെൻ്റെ ആരോഗ്യത്തിന് അത്ര പറ്റിയതുമല്ല. അതുകൊണ്ട് ഉമ്മ എന്ത് ചുമന്നാലും എന്ത് വലിച്ചു കൊണ്ട് പോകുന്നത് കണ്ടാലും ഞാൻ മിണ്ടാതിരിക്കും. എന്തിന് ചുമ്മാ ഉമ്മായെ കൊണ്ട് രൂപ ചോദിപ്പിക്കുന്നു? ഉമ്മ വന്നപാടെ പതുക്കെ പറഞ്ഞു, എടാ, ഒരു 10 രൂപ എനിക്ക് താ. അതിന് ഞാനിപ്പോൾ ഉമ്മായോട് എന്തുപദേശിച്ചു എന്ന മട്ടിൽ ഞാൻ നോക്കി. ഉമ്മ പതുക്കെ തുടർന്നു, അതുൽ ഖാദിർ അറിയരുത്, ഹനീഫ് അറിയരുത്, ആനിമായും പാത്തുമായും അറിയരുത്. ഞാൻ വളരെ രഹസ്യമായി തന്നെ ചോദിച്ചു. കുഞ്ഞാനുമായും ഐഷുവുമായും അറിയുന്നതിൽ വല്ല വിരോധവുമുണ്ടോ? ഉമ്മ കെറിവിച്ചു. മതി, തരുന്നോണ്ടേ താ, ആരും അറിയണ്ട. ഞാനും ലേശം കെറിവിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ വന്നതിന് ശേഷം എത്ര രൂപ തന്നിട്ടുണ്ട് ഈ വീട്ടിൽ? പരസ്യമായും രഹസ്യമായും നിങ്ങൾ തന്നെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്? ഉമ്മ രഹസ്യമായി പറഞ്ഞു, നീയൊന്നും തന്നിട്ടില്ലെന്നല്ല ഈ പറയണത്. എനിക്കിപ്പോൾ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതെല്ലാം എവിടെ? വളരെ ദിവസങ്ങളൊന്നും ആയില്ലല്ലോ. എവിടെ ആ രൂപയെല്ലാം? ഉമ്മ വളരെ പതുക്കെ പറഞ്ഞു. പതുക്കെ പറ. എല്ലാം അതുൽ ഖാദിർ മേടിച്ച്. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ അവനിങ്ങ് വരട്ടെ. ചെറുപ്പത്തിലെ അവൻ്റെ കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോയതാണ്. ബാപ്പ അനേകായിരം രൂപ ചെലവാക്കി ചികിത്സിപ്പിച്ചു. ഒടുവിൽ വലത്തെ കാലിൽ ഒരു മുടന്ത് അവശേഷിച്ചു. വലതുകാലിന് വളരെ വണ്ണക്കുറവുണ്ട്. ബാക്കിയെല്ലാം അവൻ ഫയൽമാനാണ്. ഇരുമ്പ് വടിയും കുത്തിപ്പിടിച്ചാണ് നടപ്പ്. ഉമ്മ പതുക്കെ പറഞ്ഞു, അവനോടൊന്നും പറയണ്ട. ഈ പണ്ടപ്പരപ്പ് പരാധീനങ്ങളെ എല്ലാം ലക്ഷിക്കേണ്ടത് അവനല്ലേ? അവനില്ലായിരുന്നെങ്കിൽ കാണാറുന്ന്. നീ ഒറ്റാന്താടി മൂച്ചാൻ വയറുമായി നടന്ന് നീ കണ്ടെടുത്തൊക്കെ താമസിച്ച് എത്ര രൂപയാ ചെലവാക്കിയത്? അതിനുള്ള പിഴ ഞാൻ അടച്ചു കഴിഞ്ഞു. പാതി രൂപ ഞാനും ഇവിടെ ചെലവാക്കി. പതുക്കെ പറ. ഇല്ലെന്നാരും പറഞ്ഞില്ല. അവനറിയാതെ ഇപ്പം എനിക്ക് 10 രൂപ നീ താ. ഇതിനു മുമ്പ് ആരും അറിയാതെ ഞാൻ ഉമ്മായിക്ക് തന്ന രൂപയെല്ലാം അബ്ദുൽ ഖാദർ മേടിച്ചതെങ്ങനെയാണ്? അവൻ ഈ രഹസ്യം എങ്ങനെ അറിഞ്ഞു? പതുക്കെ പറ. അബിയും പാത്തുകുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുത്ത്. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു, ഉമ്മായോട് ഒരു രഹസ്യം ഞാൻ പറയാം. വേറെ ആരോടും പറയരുത്. എൻ്റെ പക്കൽ ആകെ ഇനി 5 രൂപയുടെ ഒരു നോട്ടുണ്ട്. വേറെ ദെബിഡിക്കാശില്ല. ഉമ്മ ഉടനെ പറഞ്ഞു, അതിനാ ഏട്? ഞാൻ തിക്കും പൊക്കും നോക്കിയിട്ട് മുറിക്കകത്ത് ചെന്ന് നോട്ടും ഒരു ഏത്തപ്പഴവും എടുത്തുകൊണ്ട് വന്നു. ഏത്തപ്പഴത്തിൻ്റെ മണം പിടിച്ചുകൊണ്ട് പാത്തുമായുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരിച്ച് തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മായുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മായുടെ മേൽത്തോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമായുടെ ആടിന് കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാനും തിക്കും പൊക്കും നോക്കി. ആരുമില്ല. മാനും മനുഷ്യരുമില്ല. കോഴികളും പാത്തുമായുടെ ആടും പൂച്ചകളുമേയുള്ളൂ. ഞാൻ വളരെ രഹസ്യമായി 5 രൂപയുടെ നോട്ട് ഉമ്മായുടെ മടിയിൽ ഇട്ടുകൊടുത്തു. ഉമ്മ തിക്കും പൊക്കും നോക്കി. മാനും മനുഷ്യരുമില്ല. ഉമ്മ അത് മടക്കി തുണിത്തുമ്പിൽ കെട്ടി കുപ്പായത്തിൻ്റെ ഉള്ളിലാക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഇരുന്നു. ഞാൻ ചോദിച്ചു,